ജാഹിലിയ്യ കാലത്ത് വിശ്വാസമുണ്ടായിരുന്നു. സിഹർ ചെയ്യുന്ന ആളുകൾ, സാഹിര്യങ്ങളായ ആളുകൾ, അവർക്ക് സ്വന്തമായി പല കഴിവുമുണ്ട് എന്നും അവർക്ക് ചില അപ്രമാദിത്വമുണ്ട് എന്നുമൊക്കെ ജാഹിലിയ്യ കാലത്ത് വിശ്വസിക്കപ്പെട്ടിരുന്നു. അതിന് ഇസ്ലാം എതിർത്തു. അതില്ലെന്ന് പറഞ്ഞു ഖുർആൻ അവരെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരു ഉപദ്രവം ചെയ്യാൻ അവർക്കാവില്ല. അഥവാ അനുമതി ഉണ്ടെങ്കിൽ ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്നർത്ഥം. ഏതുപോലെ ശഫാഅത്ത് വിഷയത്തിന് അവർക്ക് വികലമായ അഭിപ്രായമുണ്ടായിരുന്നു. ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ അല്ലാഹുവിന്റെ അനുമതി പോലുമില്ലാതെ റബ്ബിന്റെ പക്കൽ ചെന്ന് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു പോന്നു. അല്ലാഹു തആല എതിർത്തു. ഇല്ല മൻ വല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ ആരുണ്ട് ശുപാർശ ചെയ്യാൻ എന്ന് ഖുർആൻ ആയത്തുൽ കുർസിയിലൂടെ മറ്റു പല ആയത്തിലൂടെ അവരെ ബോധ്യപ്പെട്ടതുപോലെ സിഹർ വിഷയത്തിലും വികലമായ വീക്ഷണം വെച്ച് നിർത്തിയ ആളുകളെ അല്ലാഹു തആല തിരുത്തി. ഇല്ല, ഏത് സാഹിറിനാണെങ്കിലും ഏത് കാഹിറാണെങ്കിലും എത്ര വലിയ ജോത്സ്യനും എത്ര വലിയ മന്ത്രികളുമാണെങ്കിലും അവർക്കൊന്നും അല്ലാഹു തആല നിശ്ചയിച്ച ആ വ്യവസ്ഥകൾക്ക് അതീതമായി അല്ലാഹുവിന്റെ അനുമതിക്ക് അതീതമായി കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല.